2015 സ്വിഫ്റ്റാണ്. 58,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിക്കുന്നത്. വൈറ്റാണ് കളറ്. നോർമലി ഫിനാൻസ് അവൈലബിൾ ആയ ഒരു വണ്ടിയാണ്. അടുത്ത എക്സ്പ്രസോ ആണ്. 2020 എക്സ്പ്രസോ EXI ആണ്. 28,000 കിലോമീറ്റർ മാത്രം ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ്. അതൊരു വാഗണർ 1 ലിറ്റർ ആണ്. 2021 വാഗണർ 1 ലിറ്റർ സിംഗിൾ ഓണർ 28,000 കിലോമീറ്റർ മാത്രം യൂസ് ചെയ്ത വൈറ്റ് കളർ വണ്ടിയാണ് വരുന്നത്. 2014 സ്വിഫ്റ്റ് VXI ആണ്. രണ്ടാമത്തെ ഓണർഷിപ്പാണ്. കമ്പനി സർവീസ് 90,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് കൊല്ലം ജില്ലയിൽ തട്ടാമല എന്ന് പറയുന്ന ഭാഗത്തുള്ള പോപ്പുലർ യൂസ്ഡ് കാസിലാണ് വന്നേക്കുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയോട്ട് മുകളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും എടുക്കാൻ കൊള്ളാവുന്ന നല്ല ഫാമിലി കാറുകൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. സ്ഥിരം വരുമ്പോഴും അത്തരത്തിലുള്ള വണ്ടികളാണ്. ഒരുപാട് വലിയ വണ്ടികൾ ഇടുന്ന ഒരു ഷോപ്പല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ കണ്ടാൽ എടുക്കാൻ കൊള്ളാവുന്ന നല്ല വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പായിരിക്കും. അപ്പോൾ വീഡിയോ ആരും മിസ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെന്താ, വേറെ ഒന്നും പ്രത്യേകിച്ച് പറയില്ല. നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയൊക്കെ നോക്കാം. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ മെനങ്ങാന്ന് വന്നേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ കിടക്കുന്നത് അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ചെയ്താലോ. ബാ. അപ്പോൾ സുനോയ് ബ്രോ, നമസ്കാരം. എങ്ങനെയുണ്ട് പുതിയ കച്ചവടമൊക്കെ? പുതിയ കച്ചവടമല്ലല്ലേ, പഴയ വണ്ടികളൊക്കെ? കുറേ പുതിയ വണ്ടികൾ ചെറുതും വലുതായിട്ട് കുറേ പുതിയ മോഡൽസ് കയറിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 37,000 രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഡിസൈർ, ലോ കിലോമീറ്റർ വാഗണർ, അതുപോലെ തന്നെ ഗ്ലാൻസ, അങ്ങനെയുള്ള കുറേ മോഡൽസ് കയറിയിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ സ്റ്റോപ്പ് എവിടെയാണെന്നും കൂടി ഒന്ന് വ്യക്തമായോ? കാണാത്തവരുണ്ടെങ്കിൽ നമുക്ക് കൊല്ലം തട്ടാമലയാണ്. നമ്മളിപ്പോൾ ഒരു കൊട്ടിയം മേവറം സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ നമ്മൾ മേവറം പള്ളി കഴിഞ്ഞ് 1 കിലോമീറ്റർ വരുമ്പോൾ റൈറ്റ് സൈഡ് കാനറ ബാങ്കിനോട് ചേർന്നാണ് നമ്മളെ പോപ്പുലറിൻ്റെ ഷോറൂം വരുന്നത്. നമ്മളിപ്പം കൊല്ലം സൈഡിൽ നിന്ന് വരുന്ന ആളാണെങ്കിൽ നമ്മളെ പള്ളിമുക്ക് കഴിഞ്ഞ് കൊല്ലം തട്ടാമല സ്കൂളുണ്ട്. ആ സ്കൂൾ കഴിഞ്ഞ് വീണ്ടും ഒരു 1 കിലോമീറ്റർ വരുമ്പോൾ ഇടത് സൈഡ് കാനറ ബാങ്കിനോട് ചേർന്നാണ് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ ഷോറൂമിൽ വരുന്നത്. ഇതുപോലെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞതിനകത്ത് ഏറ്റവും കുറഞ്ഞ വണ്ടി തന്നെ ഒരു മാരുതി 800 ആണ്. 2002 മോഡലാണ്. നമ്മൾ ഈ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് നമ്മളൊന്ന് വണ്ടി നല്ല രീതിയിൽ തെളിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ചോയ്സാണ്. രണ്ടാമത്തെ ഓണറെ വണ്ടി ആയിട്ടുള്ളൂ. 2002 മോഡലാണ്. 2028 കംപ്ലീറ്റ് വരെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം, നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുവാണ്. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. ടയർ ഭാഗം നോക്കിയാലും എല്ലാം നല്ല ടയർ കാര്യങ്ങളുമാണ്. എടുക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇതിനകത്ത് വലുതായിട്ട് പൈസ കാര്യങ്ങളൊന്നും മുടക്കേണ്ടി വരത്തില്ല. 2002 800 AC ഇല്ല, സ്റ്റാൻഡേർഡ് മോഡലാണ്. ഓക്കെ. ഇതിൽ കിലോമീറ്റർ ഒന്നും ജെന്യൂൻ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. വണ്ടി നല്ല അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ നല്ല ബെറ്റർ കണ്ടീഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ലൈസൻസ് ഒക്കെ എടുത്ത് വണ്ടി ഒന്ന് ഓടിച്ച് തെളിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ്. ടയേഴ്സ് എല്ലാം മാറിയിട്ടുണ്ടല്ലേ? അതെല്ലാം നല്ല ടയറും കാര്യങ്ങളുമാണ്. നമുക്ക് ബോഡിയിൽ പെയിന്റിങ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിനകത്ത് ചെറിയൊരു ഇൻഡിക്കേറ്റർ, അങ്ങനെ 1-2 ചെറിയ കാര്യങ്ങൾ എടുക്കുന്നവരായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഈ കടയിൽ അതെ 800 ആണ്. ഇതിനകത്തൊന്നും വലിയ കോസ്റ്റ് കാര്യങ്ങളും വരുന്നതൊന്നുമല്ല. നമ്മൾ നിലവിൽ ഈ ഒരു കണ്ടീഷനിലായിരിക്കും നമ്മൾ വണ്ടി കൊടുക്കുന്നത്. എത്ര ചോദ്യം? ഇത് നമ്മൾ 37 രൂപയാണ് ചോദിക്കുന്നത്. 2028 കംപ്ലീറ്റ് ആണ്. പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി. അവിടെ നമുക്ക് ഓൾട്ടോ 800 ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ആണ്. 12,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നമുക്ക് 2026 വരെ കമ്പനി മാത്രം സർവീസ് ചെയ്ത സിംഗിൾ ഓണർഷിപ്പ് ഓൾട്ടോ 800 ആണ് മോഡൽ. 2020 മോഡൽ ലാസ്റ്റാണ്. 2020 നവംബർ വണ്ടിയാണ്. ഇതിനകത്ത് നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഗ്രേ അത്യാവശ്യം നല്ലൊരു കളറാണ്. മാരുതിയുടെ 6 മന്ത് വാറണ്ടിയും 3 ഫ്രീ സർവീസും ഉള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഫിനാൻസ് ആവശ്യമുള്ള ഒരു കസ്റ്റമർക്ക് വളരെ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ, അതായത് ആദ്യം ഒരു മാക്സിമം ഒരു 50 രൂപയ്ക്കകത്ത് ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അവിടെ ബോഡിക്കകത്ത് അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് പിന്നെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ ചെയ്ത് ലോൺ വേണ്ട കസ്റ്റമർക്ക് ലോൺ ചെയ്തായിരിക്കും വണ്ടി. 2020 ഓൾട്ടോ 800 വെറും 12,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. ഫസ്റ്റ് ടയേഴ്സ് കമ്പനി ടയറുണ്ട്. കമ്പനി ടയർ തന്നെ എല്ലാം അറിയാം. 12,000 കിലോമീറ്റർ ടയറാണ്. സ്റ്റെപ്പിന് ഉൾപ്പെടെ എല്ലാം ബെറ്റർ കണ്ടീഷൻ തന്നെ ടയർ ഇരിക്കുന്നത്. സ്റ്റെപ്പിന് ഇപ്പോൾ യൂസ് ചെയ്ത് കാണുമല്ലോ. 1-2 പ്രാവശ്യം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ബമ്പറിലൊക്കെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളായിട്ട് തന്നെ കറക്റ്റ് ചെയ്തായിരിക്കും വണ്ടി കൊടുക്കുന്നത്. എത്ര ചോദ്യം? ഇത് നമ്മൾ 335 സെല്ലിംഗ് ഇട്ടേക്കുന്നത്. പിന്നെ വണ്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് വില പാവൊക്കെ മാക്സിമം മാന്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാം, ഡിസ്കൗണ്ട്. അടുത്ത എക്സ്പ്രസോ ആണ്. 2020 എക്സ്പ്രസോ EXI ആണ്. 28,000 കിലോമീറ്റർ മാത്രം ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ്. EXI എന്ന് പറയുമ്പോൾ നമുക്ക് മിഡിൽ വേരിയൻ്റ് ആണ്. നോർമലി ഇതും മാരുതിയുടെ 6 മാസം വാറണ്ടി 3 ഫ്രീ സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ്. ആക്സിഡൻറ്റോ റിപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ലോൺ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് ആദ്യം ഒരു 50 രൂപ 75 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഫിനാൻസ് ചെയ്ത് കുറഞ്ഞ EMI നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 5 വർഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 2020 എക്സ്പ്രസോ VXI വണ്ടിയാണ്. പ്രോപ്പർ കമ്പനി സർവീസാണ്. ആക്സിഡൻറ്റോ റിപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല.
എത്ര ചോദ്യം? ഇത് നമ്മൾ 360 സെല്ലിംഗ് ഇട്ടേക്കുന്നത്. നേരത്തെ പറഞ്ഞാൽ നമുക്ക് വണ്ടി കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലാതെ ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ലോൺ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നല്ലൊരു ലോ കിലോമീറ്റർ സെഡാൻ ടൈപ്പ് ഇസേർ മോഡലാണ്. ഇസേർ VXi ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണെങ്കിലും വണ്ടി പ്രോപ്പർ കമ്പനി സർവീസ്, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നമ്മൾ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്തൊരു വണ്ടിയാണ്. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബക്കറ്റ് ടൈപ്പ് സീറ്റുകളും കാര്യങ്ങളുണ്ട്. ഫുൾമാറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇതിൻ്റെ ഏറ്റവും വലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 പുതിയ ടയർ, ഏകദേശം ഒരു 1000 കിലോമീറ്ററിനകത്ത് മാത്രമേ ആ ടയർ ചേഞ്ച് ചെയ്താവുന്നു. 4 സെയിം കമ്പനി ടയറാണ് കിടക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ടയറും കാര്യങ്ങളും മാറുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. ഇത് പോപ്പറിൻ്റെ ഇന്ത്യൻ ഗിയർ ബോക്സ് വാറണ്ടി വരുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. 85% ഒരു ഫിനാൻസ് ചെയ്യുന്ന 2017 ഡിസൈർ VXi ആണ്. ബാക്കിൽ ബേസ് പാർക്കിംഗ് സെൻസർ കാര്യങ്ങളെല്ലാം കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ 2017 ഡിസൈർ VXi ആണ്. ചോദ്യം 515 ചോദ്യം വരുന്നത്. അത് ലാസ്റ്റ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണറാണ്. 40,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. ഇതിൻ്റെ വേരിയൻ്റ് വരുമ്പോൾ V എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. പ്രോപ്പർ കമ്പനി സർവീസാണ്. ഇതിന് നമ്മൾ പോപ്പറിൻ്റെ വാറണ്ടി അവൈലബിളായ വണ്ടിയാണ്. 2019 ഗ്ലാൻസയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ ആൻഡ്രോയിഡ് ഇത് പ്രത്യേകം വെച്ചാണോ? അല്ലല്ല, ഇതെല്ലാം ഓൾറെഡി വണ്ടിക്കകത്ത് വരുന്നതാണ്. ഇത് V എന്ന് പറഞ്ഞ വേരിയൻ്റിനകത്ത് സെറ്റും കാര്യങ്ങളും അലോയ്സും എല്ലാം ഓൾറെഡി ഇൻബിൽറ്റായിട്ട് തന്നെ വരുന്നതാണ്. 2019 മോഡലാണ്. ഗ്ലാൻസയാണ്. ഇത് ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് നമുക്ക് ബെറ്റർ ആയിട്ട് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് നമ്മൾ 660 ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം എഴുതുന്നതാണ്. കളർ ഫെയിലൊന്നും വന്നിട്ടില്ല അല്ലേ? ഏത് വർഷമായിരുന്നു ഇത്? 2019 ലാസ്റ്റാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നത്. സെലീനോ ZXi ആണ്. 2020 മോഡല്. സിംഗിൾ ഓണർ. 47,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 2020 സെലീനോ ZXi. മാരുതിയുടെ 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും അവൈലബിൾ ആയ വണ്ടിയാണ്. പിന്നെ ഇന്ത്യയിലെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അഡീഷണൽ ഒരു സീറ്റ് അവർ കസ്റ്റമർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫിനാൻസ് ആവശ്യമുള്ള കസ്റ്റമർക്ക് വണ്ടി വിലയുടെ 80-85% വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന 2020 സെലീരിയോ ZXi മോഡലാണ്. ആക്സിഡൻ്റ് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ കമ്പനി സർവീസ് തന്നെയാണ് വരുന്നത്. അഡീഷണൽ ആയിട്ട് സ്പോയിലർ അങ്ങനെ 1-2 ഫിറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 47,000 കിലോമീറ്റർ ആണ്. ഫസ്റ്റ് ടയറാണ് കിടക്കുന്നത്. ഫസ്റ്റ് ടയറാണ്. തീർച്ചയായിട്ടും ഫസ്റ്റ് ടയറാണ്. എത്ര ചോദ്യം? എത്ര? ഇത് നമ്മൾ 440 സെല്ലിംഗ് ഇട്ടേക്കുന്നത്. നമ്മൾ വണ്ടി വന്ന് കാണുമ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ വേറെ ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തു. അതൊരു വാഗണാർ 1 ലിറ്ററാണ്. 2021 വാഗണാർ 1 ലിറ്റർ സിംഗിൾ ഓണർ. 28,000 കിലോമീറ്റർ മാത്രം യൂസ് ചെയ്ത വൈറ്റ് കളർ വണ്ടിയാണ് വരുന്നത്. VXi എന്ന് പറഞ്ഞ വേരിയൻ്റാണ് വരുന്നത്. പ്രോപ്പർ കമ്പനി സർവീസാണ്. നമ്മൾ 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും അവൈലബിൾ ഉള്ള വണ്ടിയാണ്. ഒരു സീറ്റ് കവർ കാര്യങ്ങൾ മാറ്റി അങ്ങനെയുള്ള അത്യാവശ്യം എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടയർ ആണ് വണ്ടി കിടക്കുന്നത്. ബോഡിക്കകത്ത് പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഒരു 75 രൂപ 80,000 രൂപ ഡൗൺ പേയ്മെൻ്റ് ഉള്ളൊരു കസ്റ്റമർക്ക് നമുക്ക് ലോൺ ചെയ്ത് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന 2029 1 ലിറ്റർ വാഗണാർ. എത്ര ചോദ്യം? ഇത് നമ്മൾ 490 സെല്ലിംഗ് ഇട്ടേക്കുന്നത്. 2021 ഞാൻ പറഞ്ഞത് നമ്മൾ ഈ സെല്ലിംഗ് ഇട്ടേക്കുന്നത് അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം. അതെല്ലാം ക്ലീൻ ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് നീറ്റാക്കി ആയിരിക്കും നമ്മൾ വാറണ്ടി വണ്ടി കൊടുക്കുന്നത്. നമ്മളൊരു ലോ ബഡ്ജറ്റിൽ ഒരു വാഗണർ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ബേസ് ഒരു വണ്ടിയാണ്. 2006 വാഗണർ VXi. ഒറ്റ ഓണർഷിപ്പ്, സിംഗിൾ ഓണർഷിപ്പ്. 58,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. കിലോമീറ്റർ ജെന്യൂനാണോ? കിലോമീറ്റർ ജെന്യൂനാണോ? അതെ 58,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. കിലോമീറ്റർ ജെന്യൂനാണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പാണ്. കാരണം ഇന്ത്യയിലായിട്ട് നോക്കുമ്പോൾ പറയാം സീറ്റോടും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബെറ്റർ ടയറാണ് 4 കിടക്കുന്നത്. VXi എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷനാണ്. പിന്നെ ഇതിൻ്റെ ഒരു ബെറ്റർ സീറ്റൊക്കെ സ്പ്ലിറ്റ് സീറ്റാണ്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ സിംഗിൾ സീറ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആക്സിഡൻറ്റോ അങ്ങനെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 2006 വണ്ടിയാണ്. കമ്പനി സർവീസൊന്നും പറയാൻ പറ്റില്ല. കിലോമീറ്റർ ജെന്യൂനാണ്. ഈ ബോഡിക്കകത്ത് കാണുന്ന ചെറിയ ഡെൻറ്റും കാര്യങ്ങളും അല്ലാതെ വേറെ മേജറായിട്ട് ഒരു ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റും ഇല്ല. 2006 വാഗണർ VXi. 58,000 മാത്രം കിലോമീറ്റർ ഓടിയ വണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. എത്ര ചോദ്യം? ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് 80 രൂപയാണ് ചോദിക്കുന്നത്. 2006 ആണ്. ഒരു 2018 മോഡല് ഫിഗോ ടൈറ്റാനിയം വേരിയൻ്റ് ആണ് വരുന്നത്. 2018 ഫിഗോ ടൈറ്റാനിയം ആണ്. ടൈറ്റാനിയം ആകുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം വണ്ടിക്കകത്ത് വേണ്ട എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വണ്ടിക്ക് വരുന്നുണ്ട്. കിലോമീറ്റർ 46,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയേക്കുന്നത്. ഇത് നമ്മൾ ഫിഗോ ആണെങ്കിൽ പോലും നമ്മൾ ഓൾറെഡി
പോപ്പുലറിൻ്റെ എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടി നമുക്ക് അവൈലബിൾ ആയ ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഫിനാൻസും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഡീസലോ പെട്രോൾ? ഇത് പെട്രോൾ ആണ് വണ്ടി. പെട്രോൾ. 2018 ടൈറ്റാനിയം പിഗോ ആണ് വരുന്നത്. 46,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയേക്കുന്നത്. ഫസ്റ്റ് ടയറാ? അതെ അതെ, ഫ്രണ്ട് മാറിക്കൊണ്ട് ബാക്ക് ഫസ്റ്റ് ടയറാണ്. ഇത് അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതായത് ചെറിയ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2018 ഫോർഡ് ടൈറ്റാനിയം 46,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിക്കുന്നത്. എത്ര ചോദ്യം? ഇത് വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു 440 റേഞ്ചാണ് ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വരുന്നത്. 2015 സ്വിഫ്റ്റാണ്. 58,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിക്കുന്നത്. വൈറ്റാണ് കളറ്. നോർമലി ഫിനാൻസ് അവൈലബിൾ ആയ ഒരു വണ്ടിയാണ്. നമ്മൾ അകത്തൊക്കെ നോക്കുമ്പോൾ കാണാൻ ഭംഗിയുള്ള ഒരു സീറ്റ് കവറും മാറ്റും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് 58,000 കിലോമീറ്റർ ഓടിയെങ്കിലും ടയർ ഭാഗം എല്ലാം 4 ടയറും കസ്റ്റമർ ഒരുപോലെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം നോക്കി മാക്സിമം ഒരു 2,000 കിലോമീറ്ററിനകത്തെ എല്ലാ ടയറും ഒരുപോലെ ഓടിയിട്ടുള്ളൂ. എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് ടയറും കാര്യങ്ങളൊക്കെ മാറുന്നതിനെ പറ്റി ചിന്തിക്കാൻ വേണ്ട. 2015 സ്വിഫ്റ്റാണ് വണ്ടി ഓടുന്നത്. ഭയങ്കര വെയിൽ. വണ്ടി നല്ല ക്വാളിറ്റി ബേസ് വണ്ടിയാണ്. നമുക്ക് എടുക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. നമ്മൾ അത്യാവശ്യം നമ്മൾ സർവീസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആവും. ഫിനാൻസ് ഒരു വേണ്ട കസ്റ്റമർക്ക് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇവിടെയൊക്കെ ടച്ച് ചെയ്യാണ്ട് കേട്ടോ. അതെല്ലാം നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും. നമ്മൾ ആ പ്രൈസ് മാറിയേണ്ട സമയത്ത് വർക്ക് ചെയ്ത് കൊടുക്കേണ്ട കസ്റ്റമർക്ക് വർക്ക് ചെയ്ത് കൊടുക്കാം. ചെറിയ ഡിസ്കൗണ്ട് ആഗ്രഹിക്കുന്നതൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. അതെല്ലാം ചെയ്യും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 360 കേട്ടോ. 2014 സ്വിഫ്റ്റ് VXi ആണ്. രണ്ടാമത്തെ ഓൺഷിപ്പാണ്. കമ്പനി സർവീസ് 90,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. 2014 സ്വിഫ്റ്റ് VXi ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് 90,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. കമ്പനി സർവീസ് തന്നെ വണ്ടിക്ക് വരുന്നത്. പിന്നെ വണ്ടിക്ക് അങ്ങനെ മേജറായിട്ട് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അഡീഷണൽ ആയിട്ട് ചെറിയ ആൻഡ്രോയിഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി വണ്ടിക്കകത്ത് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ടയർ ഭാഗം നോക്കുകയാണെങ്കിലും അത്യാവശ്യം എല്ലാം നല്ല ബെറ്റർ ടയറുകളാണ്. പിന്നെ ചെറിയ ചെറിയ ബമ്പറിൻ്റെ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. സ്പീഡ് വന്നിട്ടുണ്ടല്ലേ? ചെറിയൊരു ഇത് വരുന്നുണ്ട്. അത് ആ ബമ്പർ സൈഡും അറിയാൻ പറ്റും. ഫിനാൻസ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഫിനാൻസ് വേണ്ട ഒരു കസ്റ്റമർക്ക് നമുക്ക് ഫിനാൻസ് ഏകദേശം ഒരു 3 വർഷം 3.5 വർഷം വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2014 സ്വിഫ്റ്റ് VXi ആണ്. 90,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് 330 നമ്മൾ സെല്ലിംഗ് ഇട്ടേക്കുന്നത്. 330. അതെ. ഇപ്പോൾ ധാരാളം നോക്കുന്ന കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് വണ്ടിയാണ്. 2020 1.2 ആണ്. 40,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ്. 1.2 VXi ആണ്. VXi ആണെങ്കിൽ ഇതിനകത്ത് കസ്റ്റമർ നല്ല രീതിയിലുള്ള ആക്സൻസ് പാക്കേജ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ MG അലോയ് ചെയ്തിട്ടുണ്ട്. സ്പോയിലറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ക്യാമറ, അങ്ങനെ ഒരു വണ്ടിക്കകത്ത് വേണ്ട എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആയിട്ട് കസ്റ്റമർ പാക്കേജ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് ബെറ്റർ ചോയ്സ് ആയിരിക്കും. പിന്നെ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി കിടക്കുന്ന വണ്ടിയാണ്. 2020 വാഗണാർ VXi. നമുക്ക് മാൻഡിയുടെ 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും അവൈലബിൾ ആയ വണ്ടിയാണ്. നമുക്ക് നല്ല കാണാൻ ഭംഗിയുള്ള അലോയ്സ് ആണ്. അതുപോലെ തന്നെ ടയർ നോക്കിയാൽ മതി. 4 ന്യൂ ടയറാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? 4 ന്യൂ ടയറാണ് കിടക്കുന്നത്. ഇത് നമ്മൾ 5-10 സെല്ലിംഗ് ഇട്ടേക്കുന്നത്. നമ്മൾ വണ്ടി കണ്ട് ഇഷ്ടപ്പെടുന്ന ഭാഗത്ത് നമുക്ക് അതിനകത്ത് ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. വേറെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആക്സസ് പാക്കേജ് ചെയ്തൊരു വണ്ടിയാണ്. 2020 40,000 കിലോമീറ്ററുടെ 1.2 അലോയ്സും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നല്ല കാണാൻ ഭംഗിയുള്ള അലോയ്സും കാര്യങ്ങൾ എൻജോയ് ചെയ്തേക്കുന്നത്. അത് നമ്മൾ കാണിക്കുന്നത് 2017 സെലീരിയോ VXi ആണ്. ഫസ്റ്റ് ഓർഡറാണ്. ഇതിൻ്റെ കിലോമീറ്റർ വന്നിട്ട് 1 lakh above കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സർവീസുള്ള വണ്ടിയാണ്. പിന്നെ നമുക്ക് ടയർ ഭാഗമൊക്കെ 4 ബെറ്റർ ടയറാണ് കിടക്കുന്നത്. ഈ ഒരു വണ്ടിയൊക്കെ നമ്മൾ 1 lakh above ആണെങ്കിൽ ഈ കണ്ടീഷനിൽ തന്നെയാണ് നമ്മളത് സെല് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 2017 സെലീരിയോ 1 lakh above കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് നമ്മൾ 250 ചോദിക്കുന്നത്. ഈ ഒരു കണ്ടീഷൻ നിലവിൽ ആസ് പെർ കണ്ടീഷനാണ്. അതായത് സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അത് അതേപോലെയാണ്. ഈ ഒരു വണ്ടിയിൽ ജസ്റ്റ് നമ്മൾ തീരുമാനം കൊടുക്കുന്നത് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. വാറണ്ടി ഇല്ല. വാറണ്ടി ഇല്ല. 2017 സെലീരിയോ VXi ആണ്. നമുക്ക് 1 lakh above കിലോമീറ്റർ 2,50,000 രൂപയാണ് വണ്ടിക്ക് ചോദിക്കുന്നത്. അടുത്തൊരു സ്വിഫ്റ്റ് 2017 മോഡലാണ്. രണ്ടാമത്തെ ഓണർഷിപ്പ് 71 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. കളർ വൈറ്റ് ആണ്. VXi എന്ന് പറയുമ്പോൾ സെക്കൻഡ് വേരിയൻ്റ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ടയർ ഭാഗമൊക്കെ നല്ല 50% മേലുണ്ട്. പിന്നെ കാണാൻ ഭംഗിയുള്ള ഒരു സീറ്റോടും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ 2017 മോഡലാണെങ്കിൽ നമ്മൾ പോപ്പുലറിൻ്റെ വാറണ്ടി അവൈലബിൾ ആയ വണ്ടിയാണ്. 2017 സ്വിഫ്റ്റ് VXi ആണ് വരുന്നത്. ഇതിനകത്തൊരു ആൻഡ്രോയിഡ് ഉണ്ടല്ലോ. അതൊക്കെ കസ്റ്റമർ അഡീഷൻ ചെയ്തതാണ്. സീറ്റ് കവർ, ആൻഡ്രോയിഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കസ്റ്റമർ അഡീഷൻ ചെയ്തിട്ടുണ്ട്. പ്രൈസ് വരുന്നത് 4,45,000 രൂപയാണ്. 2017 സ്വിഫ്റ്റ് ആണ് വണ്ടി.
VX അല്ലേ? ഫിനാൻസ് വേണ്ട കസ്റ്റമർക്ക് നമുക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് VX അല്ലേ? അതെ, VXA ആണ്. 2017 സ്വിഫ്റ്റ് VXA ആണ്. അപ്പോൾ നമ്മുടെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ചെറുതും വലുതായ വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ തരം പ്രേക്ഷകർക്ക് ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 37,000 രൂപ ഓട്ടിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വരെ കാണാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികളെടുത്ത് ഏത് കളിയണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉപകരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാനോ അല്ലെങ്കിൽ അതിൽ കൂടിയ നല്ല ഫാമിലി കാറുകൾ എടുക്കാനോ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നല്ല നല്ല വണ്ടികൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുമ്പോൾ ബൈ.